കേരളത്തിൽ 748 ബാറുകൾ ഒറ്റയടിക്ക് പൂട്ടിയ കാലം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലം. അന്നത്തെ കെ പി സി സി അധ്യക്ഷനായിരുന്ന VM സുധീരൻ ബാറുകൾക്ക് അനുമതി നൽകുന്നതിൽ അഴിമതി നടന്നു എന്ന് ആരോപിച്ചു. ഉമ്മൻചാണ്ടിയും VM സുധീരനും ഏറ്റുമുട്ടി. ഒരു വാശി എന്ന പോലെ ഉമ്മൻചാണ്ടി 748 ബാറുകൾ പൂട്ടിച്ചു കൊടുത്തു. പൂട്ടിയ ബാറുകളിലെ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. പലരും ആത്മഹത്യ ചെയ്തു. 5 സ്റ്റാർ ബാറുകൾ മാത്രം അനുവദിച്ച കാലം. സാധാരണക്കാർക്ക് മദ്യം അപ്രാപ്യമായ കാലം. ബെവറേജസ് കോർപ്പറേഷൻ്റെ 346 ഔട്ട്ലെറ്റുകൾ മാത്രമാണ് അന്ന് പ്രവർത്തിച്ചത്. പിന്നീട് പൂട്ടിയ ബാറുകളിൽ കുറേ എണ്ണത്തിന് ബിയർ വൈൻ ലൈസൻസ് കൊടുത്തു ഉമ്മൻചാണ്ടി. അന്ന് വലിയ ക്ലേശമാണ് തൊഴിലാളികൾ അനുഭവിച്ചത്. ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. ആത്മഹത്യകൾ നടന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പതനത്തിന് അതൊരു കാരണമായി മാറുകയും ചെയ്തു. അന്ന് ഉമ്മൻചാണ്ടിയും സതീശനും തമ്മിലായിരുന്നു യുദ്ധമെങ്കിൽ VM സുധീരനും തമ്മിലായിരുന്നു യുദ്ധമെങ്കിൽ ഇന്ന് VM സുധീരനും BD സതീശനും തമ്മിലാണ് യുദ്ധം. സതീശനെ വളർത്തിക്കൊണ്ടുവന്നത് VM സുധീരനാണ്. തൻ്റെ ഗുരു എന്നാണ് VM സുധീരനെ സതീശൻ വിശേഷിപ്പിച്ചത്. ഇന്നലെ VM സുധീരൻ പരസ്യമായി തന്നെ സതീശൻ്റെ നടപടിയെ, മദ്യനയത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. 600 കോടിയോളം രൂപയുടെ നികുതി ഇളവാണ് സതീശൻ അനുവദിച്ചിരിക്കുന്നത് മദ്യനയത്തിൽ. വീര്യം കുറഞ്ഞ മദ്യങ്ങൾ സുലഭമായി വിൽക്കാനുള്ള തീരുമാനവും സതീശൻ എടുത്തു. എക്സൈസ് മന്ത്രിയോട് ആലോചിക്കാതെ, കോൺഗ്രസിൻ്റെ മറ്റ് മന്ത്രിമാരോട് ആലോചിക്കാതെ സതീശൻ തീരുമാനം എടുത്തു. ഇപ്പോൾ സതീശൻ പറയുന്നത് UDF ചർച്ച ചെയ്യട്ടെ എന്നാണ്. UDF ചർച്ച ചെയ്യുമ്പോഴും അതിൽ അഴിമതി മണക്കുന്നുണ്ട്. 600 കോടിയോളം രൂപയുടെ നികുതി ഇളവ് അനുവദിച്ച സതീശന് എത്ര രൂപ കിട്ടിക്കാണും എന്ന ചോദ്യം ബാക്കി. UDF മന്ത്രിമാർക്കും MLA മാർക്കും ഒക്കെ വീതിച്ചു കൊടുത്താൽ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നത് യാഥാർത്ഥ്യം. എന്തായാലും ബാറുകൾക്ക് വീണ്ടും പൂട്ടുപിഴാൻ പോവുകയാണോ എന്ന ചോദ്യം അവസാനിക്കുന്നു, എന്ന ചോദ്യം അവശേഷിക്കുന്നു. കാരണം സതീശൻ ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി, ഈ മദ്യനയത്തിൽ തകർന്ന ഇമേജ് സംരക്ഷിക്കാൻ വേണ്ടി ബാറുകൾ പണ്ടത്തെ പോലെ അടച്ച് പൂട്ടാം. 5 സ്റ്റാർ ബാറുകൾക്ക് മാത്രം അനുമതി കൊടുക്കാം. അങ്ങനെ സംഭവിച്ചാൽ ടൂറിസം മേഖല തകർന്ന് തരിപ്പണമാകും. LDF സർക്കാരിൻ്റെ കാലത്ത് ബാറുകൾ പുനഃസ്ഥാപിച്ചു. മാത്രമല്ല, ബാറുകൾ പുനഃസ്ഥാപിച്ചത് ടൂറിസത്തിന് വലിയ ആശ്വാസമായി മാറുകയും ചെയ്തു. ഇപ്പോൾ VM സുധീരൻ്റെ മുമ്പിൽ നാറി നിൽക്കുകയാണ് സതീശൻ. VM സുധീരൻ പത്രസമ്മേളനം വിളിച്ച് പരസ്യമായാണ് സതീശനെ അധിക്ഷേപിച്ചത്. മദ്യനയത്തിൽ അഴിമതിയുണ്ടെന്ന് VM സുധീരൻ പച്ചയ്ക്ക് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ സുധീരന് മുന്നിൽ തകർന്നുപോയ ഇമേജ് വീണ്ടെടുക്കാനായി സതീശൻ ബാറുകൾ വീണ്ടും പൂട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിച്ചാൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ അനാഥരായി മാറും. ബാറിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു ജനതതി ഇവിടെ ഉണ്ട്. ആത്മഹത്യകൾ വീണ്ടും നടക്കും. ബാറിൽ ഒരുപാട് ജീവനക്കാരുണ്ട്. വെയിറ്റേഴ്സ്, സെക്യൂരിറ്റി ജീവനക്കാർ, അങ്ങനെ ഒരുപാട് ജീവനക്കാർ. അവർക്കൊക്കെ ജോലി നഷ്ടപ്പെടുമ്പോൾ അത് കേരളത്തിൽ
ഒരു കൂട്ട ആത്മഹത്യയുടെ സാഹചര്യം ഉരുത്തിരിയും. ബാറുകൾ സതീശൻ പൂട്ടവും കാത്തിരുന്ന് കാണും.